നമസ്കാരം. ഒമാനിൽ വെച്ച് അമേരിക്കയുമായി പരോക്ഷ ചർച്ച നടത്തിയതായുള്ള വിവരം ഇറാൻ സ്ഥിരീകരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. വാഷിംഗ്ടണും ടെഹ്റാനും വളരെ കാലമായി കടുത്ത വിയോജിപ്പിൽ കഴിയുന്നവരാണ്. ഇറാന്റെ ആണവ പദ്ധതിയെ തുടർന്നുകൊണ്ടാണ് ആദ്യം ഇവർ തമ്മിലുള്ള വലിയ തർക്കം ഉടലെടുത്തത്. പിന്നാലെ ഇരു രാജ്യങ്ങളുടെയും സഖ്യകക്ഷികളായ ഇസ്രായേലും ഹമാസും ഉൾപ്പെടുന്ന ഗാസ സംഘർഷം ഈ ഒരു അവസ്ഥ കൂടുതൽ തീവ്രമാക്കുകയും ചെയ്തു. പ്രാദേശിക ആക്രമണങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ച് US-ഉം ഇറാൻ ഉദ്യോഗസ്ഥരും ഒമാനിൽ പരോക്ഷ ചർച്ച നടത്തിയതായി അമേരിക്കൻ വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. ടെഹ്റാന്റെ ആണവ പദ്ധതികൾ പരിമിതപ്പെടുത്തുന്നതിനുള്ള വഴികൾ, തടവുകാരെ കൈമാറൽ, വിദേശത്ത് കൈവശം വെച്ചിരിക്കുന്ന ഇറാന്റെ ഫണ്ട് റിലീസ് എന്നിവയിൽ ഈ ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. പ്രത്യക്ഷത്തിൽ ഇറാനുമായുള്ള അസ്വാരസ്യം അമേരിക്ക പലകുറി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചബഹാർ തുറമുഖ നടത്തിപ്പിനായുള്ള കരാറിൽ ഇന്ത്യ ഇറാനുമായി ഒപ്പുവെച്ചതിന് പിന്നാലെ ഉപരോധ ഭീഷണിയുമായി അമേരിക്ക രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇറാനുമായി വ്യാപാര ഇടപാടുകൾ നടത്താൻ ആഗ്രഹിക്കുന്നത് ആരായാലും അപകടത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവണമെന്നും ഉപരോധത്തിന്റെ സാധ്യതകൾ അറിഞ്ഞിരിക്കണമെന്നുമായിരുന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ മുന്നറിയിപ്പ്. ഇതേ സമയം തന്നെ ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്ക പങ്കാളിയാകില്ല എന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിനെതിരായ ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് നെതന്യാഹു ബൈഡനെ ഫോണിൽ വിളിച്ച സമയത്തായിരുന്നു ഇക്കാര്യം ഇദ്ദേഹം വ്യക്തമാക്കിയത്. ഇസ്രായേൽ ഇറാനെ വീണ്ടും ആക്രമിച്ചാൽ അമേരിക്ക അതിനെ പിന്തുണയ്ക്കില്ല എന്നുള്ള നിലപാടാണ് ബൈഡൻ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ വലിയ തർക്കങ്ങൾ നിലവിലുണ്ട് എങ്കിലും അമേരിക്ക പ്രത്യക്ഷത്തിൽ കടുത്ത രീതിയിൽ തന്നെ ഇറാനെ എതിർക്കുന്നുണ്ട് എങ്കിൽ പോലും അമേരിക്കയുടെ പാതി മനസ്സ് ഇറാനൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.